ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെന്തക്കോസ്ത ഒരുക്ക ദിവസത്തിലെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ഈ ആദ്യ ദിനത്തിൽ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ വിശുദ്ധീകരണം സംഭവിച്ചാൽ, ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കും. ഇന്നത്തെ ഈ ശുശ്രൂഷകളെ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ശക്തിയോടെ വചന ശുശ്രൂഷയിലേക്കും ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകണമേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകണമേ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ, സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകണമേ. വിശുദ്ധീകരണം സംഭവിക്കാതെ ദൈവം ഇടപെടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട അനേകം മേഖലകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം സംഭവിക്കുമ്പോൾ കിട്ടുന്ന അഭിഷേകമുണ്ട്. അപ്പോസ്തലപ്രവർത്തനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം തുറന്ന് പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം ഇന്ന് വചനത്തിൽ നമ്മൾ കേട്ടു. അതായത് നിങ്ങൾ പശ്ചാത്തപിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും. അതായത് സ്നാനം എന്ന് പറയുന്നത് പുതിയൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനം നൽകപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തിയാണ്, ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, പൗലോസ് തന്നെ എഴുതുകയാണ്, 1 തെസ്സലോനിക്കർ 4:3, നിങ്ങൾ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം സംഭവിക്കണം. നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശയുടെ ജീവിതം നമ്മൾ പരിശോധിക്കാം. മോശയ്ക്ക് സംഭവിച്ചൊരു വിശുദ്ധീകരണം. മോശയുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ, പഴയ നിയമം പരിശോധിക്കുമ്പോൾ മോശ ഒരു ക്ഷിപ്രകോപിയാണ്. അതുകൊണ്ടാണ് ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ അവനെ കൊന്നാണ് പ്രതികാരം തീർത്തത്. അതോടൊപ്പം തന്നെ വളരെയധികം അപകർഷതയുള്ള ആളാണ്. ദൈവം മോശയെ തെരഞ്ഞെടുക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, വേറൊരാളെ ഏൽപ്പിക്കും. അത്രമാത്രം അപകർഷതയുള്ള ആളാണ് മോശ. വീണ്ടും അകാരണമായ ഭയം, ഫറവോയെ ഭയന്ന് ജത്രോയുടെ അടുക്കൽ പോയി മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് ഫറവോയെ ഫേസ് ചെയ്യാനായിട്ട് ധൈര്യമില്ലാതെ ഭയത്തോടുകൂടി ജീവിച്ചിരുന്ന ആളാണ് മോശ. അങ്ങനെയുള്ള മോശ ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്നു. ദൈവമായ കർത്താവ് ഹോറബിൽ വെച്ച് മോശയെ വിളിക്കുന്നു. മോശ ആ കത്തുന്ന മുൾപ്പടർപ്പിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവ് മോശയോട് പറയാണ്, മോശയെ, നീ നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വിശുദ്ധീകരണം സംഭവിക്കുകയാണ്. മോശയുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. മോശ ഒരു ചെയ്ത് നടത്തുകയാണ്. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, മോശയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ്, മോശയെ പോലെ സൗമ്യനായിട്ട് ആരുമില്ല എന്ന് ദൈവം തന്നെ മോശയെ കുറിച്ച് പറയാം. മോശയെ പോലെ ഭൂമുഖത്തിലുള്ള മനുഷ്യരെ വെച്ച് മോശയെ പോലെ സൗമ്യനായിട്ട് ആരുമില്ല എന്ന് ബൈബിൾ വ്യക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ
മോശ ക്ഷിപ്രകോപിയായ മോശ സൗമ്യനായിട്ട് മാറി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വളരെയധികം അപകർഷതയുള്ള മോശ, ഫേസ് ചെയ്യാനായിട്ട് ധൈര്യമില്ലാത്ത മോശ, സ്വയം കഴിവില്ലായ്മ അംഗീകരിച്ച മോശ. അങ്ങനെയുള്ള മോശയാണ് ജനത്തിന്റെ മുമ്പിൽ നിന്ന് കരമുയർത്തുന്നത്. അങ്ങനെയുള്ള മോശയാണ് ജനത്തെ നയിക്കുന്നത്. അങ്ങനെയുള്ള മോശയാണ് മധ്യവർത്തിയായിട്ട് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മോശയെ പുതിയ വ്യക്തിയാക്കി. വീണ്ടും ഫറവോയെ ഭയപ്പെട്ട് ഓടിയവനാണ് മോശ. അതേ മോശയാണ് ഫറവോയുടെ അടുത്ത് ചെന്ന് ജനത്തെ വിട്ടയക്കാനായിട്ട് ഫറവോയുടെ പല ആവർത്തി പറയുന്നു, ഫറവോയെ നിർബന്ധിക്കുന്നു. ഭയപ്പെട്ടിരുന്നവൻ ധൈര്യപൂർവ്വം ഫറവോയുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മശോധന ചെയ്യണം. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ചില മേഖലകളില്ലേ? ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടതല്ലേ? ചില പാപ കൂട്ടുകെട്ടുകൾ ഞാൻ ഉപേക്ഷിക്കേണ്ടതല്ലേ? ചില ബലഹീനതകളിൽ, ചില തടക്ക ദോഷങ്ങളിൽ വിടുതൽ കിട്ടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതല്ലേ? വീണ്ടും നമ്മൾ പൗലോസ്ലീഹയുടെ ജീവിതം പരിശോധിച്ചാൽ സാവൂളായിരുന്ന കാലത്ത് സാവൂള് ക്ഷിപ്രകോപിയാണ്. പെട്ടെന്ന് അമിതമായിട്ടുള്ള വിരോധം സൂക്ഷിച്ചു നടത്തുന്ന ആളാണ്. കാരണം യേശുക്രിസ്തുവിനെയും സ്തെഫാനോസിനെയും ക്രൈസ്തവരെ നശിപ്പിക്കാൻ വേണ്ടി വളരെയധികം തീഷ്ണതയോടുകൂടി നിന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ സ്തെഫാനോസിന്റെ രക്തം പുരണ്ട വസ്ത്രം ഈ സാവൂളിന്റെ കാൽക്കൽ കൊണ്ടുപോയി വെക്കുന്നത് അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു. അത്രമാത്രം പ്രതികാര ദാഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരെയും നശിപ്പിക്കണം, താൻ ചെയ്തതാണ് ശരി എന്നൊരു മനോഭാവത്തോടു കൂടി ജീവിച്ചിരുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ലോകാരൂപി, അതായത് അധികാര പത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഏറ്റവും വലിയ ആളാകണമെന്ന മനോഭാവത്തോടു കൂടി ജീവിച്ച ആളാണ് ഈ സാവൂള് പൗലോസാകുന്ന രംഗമുണ്ട്. സാവൂള് വീണ്, അതായത് ഡമാസ്കസിലേക്കുള്ള യാത്രത്തിൽ വീണ് അവൻ പിന്നീട് അനന്യാസ് അവന്റെ തലയെ കൈവയ്ക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെല്ലുന്നത് പോലെ എന്തോ വീഴുന്നു. പിന്നീട് അവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കഴിയാൻ വിശുദ്ധീകരണമാണ്. പിന്നീട് ഈ പൗലോസിനെ കാണുന്നത് ഏറ്റവും എളിമയുള്ള ആളായിട്ടാണ്. പൗലോസ് എന്ന് പറയുന്നത് പാപികളിൽ ഒന്നാമനാണ് ഞാൻ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് പാപികളെ രക്ഷിക്കാനാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഏറ്റവും എളിമയോടുകൂടി പറയുന്ന പൗലോസിനെ ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ്. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മരിക്കാൻ, യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരായി തന്നെ പൗലോസ്, യേശുക്രിസ്തുവിനെ പ്രതി ബന്ധനസ്ഥനായിരുന്ന പൗലോസ്, എനിക്ക് ജീവിതം ക്രിസ്തു മരണ നേട്ടമാണ്, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇങ്ങനെ യേശുക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായും സമർപ്പണം ചെയ്ത ഒരാളായിട്ട് പൗലോസുമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ കൃപാവരം കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയായി ഇന്ന് നമുക്ക് ശുശ്രൂഷയെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. പുതിയൊരു അഭിഷേകം എനിക്ക് നൽകണമേ. എന്റെ ബലഹീനതകളും എന്റെ കുറവുകളും എന്റെ അയോഗ്യതകളും ഒക്കെ കണ്ട് ഒരു പുതിയൊരു അഭിഷേകത്തേക്ക്, ഒരു പുതിയൊരു നവീകരണത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് എല്ലാവരെയും സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ശുശ്രൂഷകളെ ഈശോയുടെ സമർപ്പിക്കാം. പെന്തക്കോസ്ത് അഭിഷേക പ്രാർത്ഥനയുടെ ഈ ഒരു ദിവസം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ഇടപെടലുകൾ മനസ്സിലാക്കാൻ പറ്റാത്തത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം പ്രവർത്തിക്കാൻ പറ്റാത്തത്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ മേഖല അല്ലെങ്കിൽ പാപത്തിന്റെ മേഖലയെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഈ ആരാധനയെ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവുന്ന അഗ്നിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. മോശ വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ, ഏലിയായി അഭിഷേകം കൊണ്ട് നിലനിന്നതുപോലെ, സ്നാപകയോഹന്നാൻ അഭിഷേകത്താൽ ജ്വലിച്ചതുപോലെ, നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ചു, സ്വർണ്ണം കൊണ്ടല്ല, കർത്താവിന്റെ ശക്തമായ കൃപ കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാഗ്നിയിലേക്ക് ചേർത്ത് വയ്ക്കാം. വിധിവികാരന്റെ ആരാധനയിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒത്തിരി കൃപ തന്ന് നമ്മളെ ശുദ്ധീകരിക്കട്ടെ. വിശുദ്ധീകരണം സംഭവിക്കുന്നത് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദൈവകൃപയിലേക്ക് ചുരിയപ്പെടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, കർത്താവിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം തിരിച്ചറിയുവാനും അപ്പോസ്തലന്മാർക്ക് അഭിഷേക അഗ്നിയിലൂടെ, പെന്തക്കോസ്ത അഗ്നിയിലൂടെ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനും ദൈവകൃപയോട് വിശ്വസ്തത പുലർത്തുവാനും ശക്തിപ്പെടുത്തിയതുപോലെ ഒരു പുതിയ പെന്തക്കോസ്ത അഭിഷേകം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന ദൈവത്തെ, ശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. നമുക്ക് പ്രത്യേക നിയോഗത്തോടെ ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ നൊവേനയിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ ആയിരിക്കാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിക്കേണ്ട ചില പ്രാർത്ഥന അഭിഷേകത്തിനായിരിക്കാം, ആത്മീയ ഉണർവിനായിരിക്കാം. ആ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്ത് നിന്ന് നയിക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായി വരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിൽ സ്വൈരമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ, മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. വൃത്തിഹീനമായത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയില്ലാതെ പോയത് തിരിക്കുക. അങ്ങനെ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേൻ. തുടർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള യുക്തിയെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാർത്ഥനയിലും മറുപടിയായിട്ട് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ, ഈ യുക്തിയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നടന്ന് ശക്തി പ്രാപിക്കട്ടെ. ആ ഒരു നിയോഗത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനോടുള്ള യുക്തിയെ പ്രാർത്ഥിക്കാം. മറുപടിയായിട്ട് ഞങ്ങളിൽ വന്ന് നിറയണമെന്ന് ഏറ്റിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ,
പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സൗമ്യത നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ജീവജലത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസനായ ഞങ്ങൾക്ക് ബോധജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയരുളണമേ. ബുദ്ധിയുടെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസനായ ഞങ്ങൾക്ക് ബുദ്ധി എന്ന ദിവ്യദാനം നൽകിയരുളണമേ. വിവേകത്തിന്റെ ദിവ്യ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസനായ ഞങ്ങൾക്ക് വിവേകം എന്ന ദിവ്യദാനം നൽകിയരുളണമേ. ആത്മശക്തിയുടെ കതിരുകളാകുന്ന പരിശുദ്ധാരൂപിയെ, അങ്ങേ ദാസനായ ഞങ്ങൾക്ക് ആത്മശക്തി എന്ന ദിവ്യദാനം